നിന്റെ അടുക്കൽ നല്ല ഉണ്ടായിട്ട് നിന്റെ അനുജൻ വന്ന് ചേട്ടൻ വന്നിട്ട് ഒരു 16 രൂപ കടം ചോദിക്കുമ്പോ നീ ഇല്ലാന്ന് പറയുന്നുണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടി. അത് വലിയ വലിയ ആൾക്കാരിൽ നിന്നൊക്കെ പറയുന്നെങ്കിൽ നടക്കൂല്ലോ. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. മൂപ്പരിത്ത് വന്നിട്ട് ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മൂപ്പര് ചോദിച്ചു, ഒരു 16 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അയാളെന്റെ കയ്യിലൊന്നുമില്ല. ഇന്നലെ രാത്രി പെട്ടിയിൽ എണ്ണി വെച്ചൊരു 10,000 അല്ലേ, അത് എടുത്തുകൊണ്ടിരുന്നുണ്ട്. ഇയാൾ ആകെ മറിച്ചു. ഇന്നലെ രാത്രി പെട്ടിയിൽ കറക്റ്റ് എണ്ണി വെച്ച 10,000 എങ്ങനെ ഇവിടെ മെസ്സേജ് കിട്ടിയത്? ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ട് തെളിച്ചു കൊടുക്കണ്ടേ? അയാളാകെ പേടിച്ചു കൊടുത്തോണ്ടിരാന്ന് പറഞ്ഞ എടുത്തോണ്ട് കൊടുത്ത്. നിങ്ങൾ നോക്ക്, ചോദിച്ചത് നേരെ പറഞ്ഞാ പോലെ, നേർക്കരെ പറയാത്തോണ്ട് എങ്ങനെ? അബ്ബാസ് റളിയല്ലാഹുവിനോട് മോചന ദ്രവ്യം കൊടുക്കാൻ പറഞ്ഞപ്പോ അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ ഞാനും സാധു എന്റെ കയ്യിൽ ഒന്നുമില്ല. അബ്ബാസേ, നീയും നിന്റെ ഭാര്യയും വീടിന്റെ ഉള്ളിൽ അറണ്ടാക്കി കുഴിച്ചിട്ട സ്വത്ത് എവിടെയെന്ന് ചോദിച്ചു. അബ്ബാസ് റളിയല്ലാഹുവിന്റെ ആകെ മേപ്പോട്ട് നോക്കി, എന്താ ഇപ്പൊ ചോദിക്കുന്നത്? ബദറിലേക്ക് വരുന്നതിന്റെ മുമ്പ് വീടിന്റെ ഉള്ളിൽ അറയുണ്ടാക്കിയിട്ട് സ്വത്ത് കുഴിച്ചിട്ടുണ്ട് അവിടെ, അതെവിടെ അബ്ബാസ്? അബ്ബാസ് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ സമ്മതിക്കുന്നു, വിശ്വസിക്കുന്നു. കാരണം ഇത് ഞാനും ഭാര്യ ഇല്ലാതെ ഒരു കുട്ടി അറിയില്ല. എന്താ പരിപാടി? നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. അപ്പോ അനുജൻ വന്ന് ചോദിക്കുക, ചേട്ടൻ വന്ന് ചോദിക്കുക, 16 രൂപ തരുമോ അർജന്റ? അപ്പൊ ചേട്ടനോ അനുജനോ ഓന് തോന്നുന്നു, ഇതിപ്പോ കൊടുത്താല് പിന്നെ ചോദിക്കാൻ കഴിയില്ല. അത് വേറെ വിഷയം. കൊടുക്ക്, സഹായിക്കുന്നത് നിന്നെ അള്ളാഹു അല്ലേ. നീ കൊടുത്ത് മാസം പറ, 2 മാസം കൊണ്ട് എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട് പറഞ്ഞു, എന്താ മടി? ഉണരാൻ പാടില്ല. വൈദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ. കുടുംബക്കാരോടാണെങ്കിൽ പറയുമ്പോ നേര് പറയണം നല്ല പറയും. എന്താ ചോദിക്കുമ്പോ വേഗം പൊള്ളു പറയും. പൊള്ളു പറയാൻ കാരണം എന്താ? ഇത് ചോദിക്കാൻ പറ്റൂല, ചോദിച്ചാൽ കിട്ടൂല എന്നുള്ള ഉള്ളരാൻ പാടില്ല, ശരിയെ പറയാവൂ. എന്റെ അടുത്ത് പൈസ ഒക്കെ ഉണ്ട്, 10 ലക്ഷം ഉണ്ട്, നിനക്ക് തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ തരണം. തരൂലേ? അതെ. അല്ലെങ്കിൽ നീ എന്റെ അടുത്ത് പണയം വെച്ചു, നിന്റെ ഭാര്യ 10 പവൻ ഇവിടെ കൊണ്ട് പണയം വെച്ചു, ഇസ്ലാമിക പണയം, ഹലാലായ പണയം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 10 പവൻ പണയം വെച്ചു, ഒരു 3 കൊല്ലത്തെ അവധി. എന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് നീ എന്റെ പൈസ തരുമ്പോ ഞാൻ തിരിച്ചു തരും, അല്ലേ പണയം, കുഴപ്പമൊന്നുമില്ല. ഇതിനാ കുഴപ്പം? പക്ഷെ തരാൻ എന്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ പച്ച കളവായില്ലേ? ഒന്നും എന്റെ അടുക്കൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ സഹോദരന്മാർ അള്ളാഹുവിന്റെ നോട്ടാണ്. ആ അനുജൻ വന്ന് ചോദിച്ചിട്ട് ആ പെരപ്പണിക്കൊന്ന് പുറമുള്ള ആൾക്കാരൊന്ന് കടം വാങ്ങേണ്ടി വരില്ല. ഇത് അവനാ തന്നെ കൊടുത്താൽ കടാണെങ്കിലും ഒന്ന് കിട്ടൂലേ? അതിന് ഇത്ര പിശുക്ക് അയാൾ കാണിച്ചില്ല. അവിടെയാണ് അല്ലാഹു തആലാന്റെ പരീക്ഷണം കിടക്കുന്നത്. ഇല്ലാത്തവര് ഒരു പക്ഷേ ഇല്ല എന്ന് പറയാൻ തീരെ ഇല്ലായിട്ടായിരിക്കും. പക്ഷെ ഉള്ളവരില്ല എന്ന് പറയുമ്പോൾ പരീക്ഷണത്തിൽ അവർ തോറ്റുപോയി. ഇല്ല എന്ന് പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താര് വന്ന് ചോദിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നേർക്ക് നേരെ ഉള്ള വശം പറയും. ഒരു ദിവസം ഒരു യഹൂദി നബി തങ്ങൾക്ക് കടം കൊടുത്ത് ചോദിക്കാൻ വേണ്ടി വന്നു. കടത്തിന് അവധി നബി തങ്ങൾ പറഞ്ഞ അവധി ഒന്നും അതിലെ മുമ്പന്നെ വന്നതാ. അവധിയായ കൊടുക്കും, അവധി പറഞ്ഞിട്ടുണ്ട്. മുമ്പ് വന്നിട്ട് പറഞ്ഞു എനിക്ക് എന്റെ പണപ്പ് കിട്ടണമെന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിങ്ങളോട് അവധിക്കാണല്ലോ വാങ്ങിയത്, ഇപ്പൊ എന്റെ കയ്യിലൊന്നും തരാനില്ല. തരാനില്ലെങ്കിൽ എനിക്കറിയണ്ട, ഞാനിവിടെ ഇരുന്നിട്ട് കിട്ടൂടേ പോകുള്ളൂ. തങ്ങൾ നിങ്ങളവിടെ ഇരുന്നോളൂ, എനിക്കുള്ള ഭക്ഷണം നിങ്ങൾക്കുണ്ട്, എനിക്കുള്ള ഉറക്കം നിങ്ങൾക്കുണ്ട്, എനിക്കുള്ള വെള്ളം നിങ്ങൾക്കുണ്ട്, ഒരു കുഴപ്പമില്ല, സമ്പത്ത് വരുമ്പോ തരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബ് നോക്കണം, ആ മനുഷ്യനോടുള്ള ഒരു ബന്ധം. ആ മനുഷ്യൻ യഹൂദി അവിടെ വന്നിട്ട് ശേഷമുള്ള ളുഹ്ർ, അസ്ർ, പിറ്റേന്നത്തെ സുബ്ഹി, സാധാരണ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ സ്വഹാബത്തിന് ഇൽമു പറഞ്ഞു കൊടുക്കും. പക്ഷെ അന്ന് അങ്ങനെ ഇരുന്നില്ല. നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ ദിക്റും ദുആയും കഴിഞ്ഞ് വേഗം പോയി. അപ്പൊ ഉമർ റളിയല്ലാഹുവിനെ പോലത്തെ ആൾക്കാർ പറഞ്ഞു എന്താ ഇത് സംഗതി? ളുഹ്ർ കഴിഞ്ഞപ്പോ പിന്നെയും പോയി. ളുഹ്റിന് തങ്ങളൊന്ന് ഇരുന്ന് തരുന്നു കരുതി, തങ്ങൾ ഇരുന്നില്ല, പോയി. ഉമർ റളിയല്ലാഹു ഇങ്ങനെ പോയി നോക്കുമ്പോ അവിടെ ഉണ്ടൊരു യഹൂദി. ഉമർ റളിയല്ലാഹു തോണ്ടിട്ട് അനക്കെന്താ ഇവിടെ, നീ ഇവിടെ വന്ന് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് സുബഹിന്റെ ശേഷം തങ്ങൾ ഇരുന്നിട്ട് ഇൽമു പഠിപ്പിക്കണ ആ സദസ്സ് കൂടി മുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ ലൈഫാണ്, നിങ്ങൾ എന്റെ അതിഥിയെ ഒന്നും ചെയ്യരുത്, എന്റെ അതിഥിയാണ്, ഞാൻ നല്ല സ്നേഹ ബഹുമാനത്തോടെ പാർപ്പിച്ച ആളാണ്, നിങ്ങളൊരു വിഷമിക്കുന്ന വാക്കും പറയരുത്. നിങ്ങൾ നോക്ക്, സത്യത്തിൽ അയാള് വാങ്ങാൻ വന്നിരിക്കുന്നത് അവധി പറഞ്ഞൊരു കടം വാങ്ങാനല്ലേ. 1.5 ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിൽ കഴിഞ്ഞിട്ട് അയാൾ പറയുന്നു, നബിയേ ഞാൻ ഇഷ്ടം പോലെ ഭൂസത്തുള്ള മനുഷ്യനാണ്,
സമ്പത്തിന് ആവശ്യമുണ്ടായിട്ട് വന്നതല്ല. നിങ്ങളെപ്പറ്റി ചില വിവരണങ്ങൾ പഴയകാലത്ത് ആളുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹക്കായ ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി നേരത്തെ വന്നാലും ലൈസ ബിഫളിൻ വലാ ഗലീദ് വലാ സഖാബിൻ ഫിൽ അസ്വാഖ്. അങ്ങയെപ്പറ്റി ഞാൻ കേട്ടത് ശരിക്കും ഞാൻ ഇവിടെ 1.5 ദിവസം കൊണ്ട് അനുഭവിക്കുകയാ. ഒരിക്കലും കാർക്കശ്യ നിലപാടെടുക്കൂല, വെറുപ്പിക്കുന്നൊരു സ്വഭാവം കാണൂല. അതുകൊണ്ട് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി സ്വഹാബിയായി മാറി. എനിക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ചോദിച്ചോളൂ നബിയെ. തന്നത് ഞാൻ തങ്ങൾക്ക് വിട്ടു തന്നു. ഇനി വേറെ ഏറെ വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ നല്ല ഭൂസ്വത്തുള്ള ആളാ. നിങ്ങൾ നോക്ക, കടക്കാരനോട്, കടം വാങ്ങിയ ആളോട്, കടം കൊടുക്കാനുള്ള ആളോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലിച്ച സ്വഭാവം കണ്ടില്ലേ സഹോദരന്മാരെ? അപ്പൊ ഉള്ളവരോട് ആര് ചോദിച്ചാലും നിങ്ങൾ സാക്ഷി മുഖേന കൊടുത്തോളൂ. ഇസ്ലാമിന്റെ നിയമമല്ലേ? 2 നീതിമാന്മാരായ സാക്ഷിമാരെ വെക്കുക, എന്നിട്ട് അവര് മുഖേന ഒരു എഴുത്തുണ്ടാക്കുക, ഡേറ്റ് ഒക്കെ എഴുതുക, നിങ്ങൾ കൊടുത്തോളൂ. എന്നാൽ ഇവിടത്തെ കോടതിയിലും അതിന് വിലയുണ്ട്, ആഖിറത്തെ കോടതിയിലും വിലയുണ്ട്. സാക്ഷികളെ വിസ്തരിച്ചാൽ റെഡിയാകുമല്ലോ. അതുകൊണ്ട് ഉണ്ടായിട്ടും ഇല്ലെന്ന് പറയരുത്. റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ ചെറുതായി കാണരുത്. ഇല്ലാത്തവരോ അള്ള കൊടുത്ത അനുഗ്രഹങ്ങളെ കാണണം. ഇല്ലാതെയായി പോയതും മനുഷ്യന്മാർക്ക് സമ്പത്ത് കിട്ടാതെയായി പോയതും അടുത്ത 4 ആയത്തിൽ 4 കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ വിഷയം തീർന്നത് കൊണ്ടല്ല ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഇവിടെ 2 ആയത്തിൽ മനുഷ്യന്മാരെ പറ്റി പറഞ്ഞത് കണ്ടില്ലേ? മൊത്തത്തിൽ മനുഷ്യന്റെ ഒരു മുഖം അങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു മുഖം പോരാ, ഉള്ളത് കൊണ്ട് ആഖിറത്തിലേക്ക് വഴി തെളിയിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ജീവിച്ച ഒരുപാട് പഴയ കാലത്തെ ആളുകളുണ്ട്. നാട്ടിൻ പുറങ്ങളിലൂടെ നടക്കുമ്പോ പള്ളി കാണുന്നില്ലേ, മദ്രസ കാണുന്നില്ലേ, കോളേജ് കാണുന്നില്ലേ, സ്ഥാപനങ്ങൾ കാണുന്നില്ലേ? അവരുടെ ജീവിതത്തിന്റെ സംഭാവനയാ. ഉമ്മമാരെ ഒരുപാട് മുതല്ലിമുകൾ പഠിച്ചു വളരുന്ന സ്ഥാപനമാണ്. റഈസുൽ ഇപ്പൊ അവിടെ നേതൃത്വം നൽകുന്നത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ സ്ഥാപനത്തിന്റെ ഉയർച്ചയിൽ കാര്യമായ പങ്ക് വഹിച്ച സമ്പത്ത് ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ശൈഖുനാ ഓക്കേ ഉസ്താദ് അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. അവരുടെ ഭാര്യയുടെ സ്വർണമുണ്ട്. ഓക്കേ ഉസ്താദ് ആകെ ഒരു വട്ടം പിരിവിന് പോയിട്ടുള്ളൂ. ചരിത്രത്തിൽ കാണാം, ഒരു വട്ടം ആകെ പിരിവിന് പോയിട്ടുണ്ട്. കാരണം ദർസ് തുടങ്ങി ചെറിയൊരു നിസ്കാരപ്പള്ളി എന്നവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ 4 മുത്തല്ലിമീങ്ങള് പിറ്റത്തെ ആഴ്ച ആയപ്പോ 6 അങ്ങനെ ഇൽമിന്റെ ഒഴുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർ അധികരിച്ചു വരില്ല. പിന്നെ പിറ്റത്തെ മാസം ആകുമ്പോൾ 10-12 ഇങ്ങനെ കൂടി വരികയാണ്. പിന്നെ അവിടെ സ്ഥലമില്ല. അപ്പൊ അപ്പുറത്ത് സ്ഥലം വാങ്ങാൻ കിട്ടാണ്ട് അതിന് വില കൊടുക്കണോ, എന്നിട്ട് പള്ളി ഉണ്ടാക്കണോ. അപ്പൊ പ്രാദേശികമായ ആളുകളൊക്കെ വിളിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ നാട്ടുകാർ എല്ലാവരും വിളിച്ചിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പിരിവിനാൻ തീരുമാനിച്ചു. ഒരു ജീപ്പൊക്കെ എടുത്ത് പിരിവിന് പോയി തിരിച്ചു വന്ന് നോക്കുമ്പോ ആ ജീപ്പിന് എണ്ണ എടുക്കാനുള്ള കാശ് പിന്നെ എല്ലാവരും കൂടി എടുക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല എന്നർത്ഥം. ഒന്നും കിട്ടിയില്ല. വീട്ടിലെത്തിയപ്പോ ഭാര്യ ചോദിച്ചു, പോയ കാര്യം എന്തായി? ചോദിക്കുമല്ലോ സാധാരണ, എന്തായിരുന്നു? അപ്പൊ ഉസ്താദ് പറഞ്ഞു, പോയതിപ്പോ ഇങ്ങനെയാണ്. ഇന്നിപ്പോ അല്ലാതെ കഥ അങ്ങനെ ഒന്നും കിട്ടിയില്ല. വണ്ടിക്ക് പിന്നെ എണ്ണ അടിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി കാശെടുത്ത് വണ്ടി ഇങ്ങനെ തൽക്കാലം വണ്ടി ഉന്തി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അത് എണ്ണ അടിക്കേണ്ട ആവശ്യം. അപ്പൊ ആ ഭാര്യ പറഞ്ഞു, എന്റെ ആഭരണങ്ങൾ എടുത്തോളൂ, ഒക്കെ എടുത്തിട്ട് സ്ഥലം വാങ്ങിക്കോളൂ, സ്ഥാപനം ഉണ്ടായിക്കോളൂ. ആ മഹദി മരണപ്പെട്ടു, അല്ലാഹു ദർജേറ്റി കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വരുന്ന അഹ്സനിമാര് പഠിക്കുന്ന ഓരോ ഇൽമിലും എത്ര വലിയ ഭാഗ്യം ആ മഹദിക്ക് അല്ലാഹു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പത്തില്ലാത്ത ആളാണെന്ന് ആരോന്ന് പറഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹ കേട്ടപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചിട്ട് സമ്പത്തിന്റെ മുഴുവൻ താക്കോലും ഏൽപ്പിക്കുന്നത്. വവജദക ഇലൻ ഫഗ്നാ. ആ ഖദീജ ബീവിനോട് പറഞ്ഞു, ഖദീജ എത്ര നല്ല സമ്പന്നന്മാരുണ്ട് ഈ മക്കയില്, ഒരു വകുപ്പില്ലാത്തൊരു ഭർത്താവിനെയാണോ കിട്ടിയത് എന്ന് മുത്തുനബി തങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഖദീജ ബീവിക്ക് അത് സഹിച്ചില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഇനി ആരും അങ്ങനെ പറയരുത്,
അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചിട്ട് നബിയേ, എന്റെ സമ്പത്തിന്റെ അവകാശം മുഴുവനും തങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് തന്നിട്ട് അല്ലാഹ് തങ്ങൾക്ക് സമൃദ്ധി നൽകിയില്ലേ നബിയേ? പിന്നെ ആർക്കും അത് പറയാനില്ല. ഖദീജ റളിയല്ലാഹു അൻഹ കോടിക്കണക്കിന് സമ്പത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അതുകൊണ്ട് സമൃദ്ധിയുള്ളവർ, അല്ലാഹ് സൗകര്യം തരുന്നവർ, അല്ലാഹ് ആഫിയത്ത് തരുന്നവർ, നല്ല മാർഗത്തിൽ അത് ഉപയോഗിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മറ്റു രൂപഭാവങ്ങളൊന്നും കാണരുത്. ആഖിറത്തിലേക്കുള്ള അധ്വാനമാകണം. എന്തേ മനുഷ്യന്മാർക്ക് സമ്പത്ത് കുറയാൻ കാരണം, പരീക്ഷണം വരാൻ കാരണം എന്താണെന്നറിയോ? കല്ലാ, നിങ്ങളാ വിചാരിക്കും പോലെയല്ല. ദുനിയാവിൽ പലതും കൊടുത്തിട്ട് ഞാൻ ആദരിക്കുന്നു, കുറച്ചിട്ട് ഞാൻ ഒരാളെയും നിസാരപ്പെടുത്തുന്നില്ല. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. പിന്നെന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അതേ, ബല്ലാ തുക്രിമൂനൽ യതീം. ഇങ്ങനെ സംഭവിക്കാൻ കാരണം സമൂഹത്തിൽ പരിഗണിക്കേണ്ട വലിയൊരു അധസ്ഥിത വിഭാഗമാണ് അനാഥർ. വലിയ മഹത്വമുള്ളവരല്ലേ അവര്. ആ അനാഥകൾക്ക് വേണ്ട ആദരവ് നിങ്ങൾ കൊടുത്തില്ല. അനാഥകളെ നിങ്ങൾ പരിഗണിക്കേണ്ടിയിരുന്നു, അവരെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു, അവരെ പരിപാലിക്കേണ്ടിയിരുന്നു, അവർക്ക് എല്ലാവിധ ഒത്താശകളും കൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നിരുന്നു, നിങ്ങളത് വേണ്ടതുപോലെ പരിഗണിച്ചില്ല. വല്ലാ തുക്രിമൂനൽ യതീം. യതീമിനെ നിങ്ങൾ മാനിച്ചില്ല, ബഹുമാനിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള സമ്പത്ത് കുറയാൻ കാരണം. നിങ്ങൾ നോക്ക്, ഏറ്റവും നല്ല മുസ്ലിം വീട് ഏതാണ്? ഖൈറു ബൈത്തിൻ ഫിൽ മുസ്ലിമീൻ. മുസ്ലിംകളിലെ ഏറ്റവും നല്ല വീട് ബൈത്തുൻ ഫീഹി യതീം. ഒരു യതീം താമസിക്കുന്ന വീടാണ്. ഒരു യതീം താമസിക്കുന്ന വീട് യഹ്സുനു ഇലൈഹി. അത് ജ്യേഷ്ഠന്റെ മോനാണ്, അനുജന്റെ മോനാണ്. എവിടെയും കൊണ്ടുപോയി ചേർത്തില്ല. സഹോദരൻ ആ കുട്ടിയെ സ്വന്തം മോനെ പോലെ നന്നാക്കി പോറ്റി വളർത്തുന്നു. ഡ്രസ് തന്റെ മക്കൾക്ക് വാങ്ങുമ്പോ വാങ്ങുന്നുണ്ട്, പഠനോപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്, ബാപ്പയുടെ റോളിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നുണ്ട്. അങ്ങനത്തെ വീട് ഏറ്റവും നല്ല വീടാണ്. മുസ്ലിങ്ങളിലുള്ള ഏറ്റവും ദുഷിച്ച വീട് ബൈത്തുൻ ഫീഹി യതീമുൻ യുസാഉ ഇലൈഹി. ഒരു അനാഥ താമസിക്കുന്നുണ്ട്, എന്നും ആ അനാഥയോട് അപമര്യാദയായി പെരുമാറുന്നുണ്ട്. അതെന്താ കാരണം എന്നറിയോ? അതേ, ഉമ്മയുടെ കൂടെ ജീവിക്കുന്ന മോനാണ്. ഉമ്മയെ വേറൊരാള് വിവാഹം ചെയ്തു. ആ ഉമ്മയും അതുപോലെ തന്നെ ഉമ്മാന്റെ രണ്ടാമത്തെ ഭർത്താവും കൂടിയിട്ട് ഈ പാവപ്പെട്ട കുട്ടിയെ മനസ്സിനെ വേദനിപ്പിക്കുന്നു, ശരീരത്തെ വേദനിപ്പിക്കുന്നു, ബാപ്പയില്ലാത്തവനെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. അങ്ങനെ ദുർഗതി അനുഭവിക്കുന്ന വീട് ഏറ്റവും ദുഷിച്ച വീടാണ്. ഒരു യതീം വീട്ടിൽ താമസിക്കാനുണ്ടായാൽ ആ വീട്ടിന് വലിയ ബറക്കത്ത് തന്നെ. യതീമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചിട്ട് ഹലീമ ബീവിക്ക് കിട്ടിയ ബറക്കത്തിന് കയ്യും കണക്കുമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് താമസിച്ച 2 വർഷം ആ വീട്ടില് വിളക്ക് കത്തിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അവിടുത്തെ മുദ്ദുപാത്രവും സ്വായുപാത്രവും കാലിയായിട്ടില്ലല്ലോ. അവിടെയുള്ള കുട്ടികൾക്കും മറ്റുള്ളവർക്കും രോഗം വന്നിട്ടില്ലല്ലോ. യതീമിനെ സ്വീകരിച്ച ഹലീമ ബീവിക്ക് കിട്ടിയ ഭാഗ്യം പോലെ ബനൂ സഅദ് ഗോത്രത്തിൽ ഒരൊറ്റ പെണ്ണിനും അത്തരത്തിൽ വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഹലീമ റളിയല്ലാഹു അൻഹ ധാരാളം ബറക്കത്ത് കണ്ടു കഴിഞ്ഞു. ആ ബറക്കത്ത് ഇങ്ങനെ പൊതിയുന്നു. ഏറ്റവും വലിയ ബറക്കത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്കും കുടുംബത്തിനും അല്ലാഹു ഇസ്ലാമിലേക്കുള്ള നല്ല വഴി നൽകി, വലിയ ഭാഗ്യം നൽകി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വസ്ത്രം വരുമ്പോ, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ വരുമ്പോ അത് ഓഹരി വെച്ചു കൊടുക്കുന്ന 2-3 വീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീടാണ് ഹലീമ റളിയല്ലാഹു അൻഹയുടെ വീട്. കാരണം അവിടുത്തെ മാതാവല്ലേ.
മുലയൂട്ടിയ മാതാവല്ലേ, ആ മാതാവിനോട് തങ്ങൾക്കുള്ള വലിയ ഇഷ്ടവും സ്നേഹവുമായിരുന്നു. വലിയ ബറക്കത്താണ് ആ വീട്ടിൽ ഹലീമ ബീവിക്കും കുടുംബത്തിനും കിട്ടിയത്. ക്ഷീണിച്ച ഒട്ടകം ക്ഷീണം മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചിട്ട് ആ ഒട്ടകത്തിന്റെ മേലെ ഒന്ന് വെച്ചപ്പോഴേക്ക് ആ ഒട്ടകം നല്ല ആരോഗ്യമുള്ള യുവത്വമുള്ള ഒട്ടകമായി മാറി. അതിന് നടക്കാനും സഞ്ചരിക്കാനും ഒരു ക്ഷീണവുമില്ല. ബനൂ സാദ് ഗോത്രത്തിൽ നിന്ന് മക്കയിൽ വന്ന് നേരത്തെ കുട്ടികളെ സ്വീകരിച്ചു പോയ ഉമ്മമാരൊക്കെ എത്തുന്നതിന്റെ മുമ്പ് അവർക്ക് ഓവർടേക്ക് ചെയ്ത് ഹലീമ ബീവി എത്തുകയാണ്. അപ്പൊ മറ്റു സഹോദരിമാർ ചോദിച്ചു, കുഞ്ഞിനെ കിട്ടിയോ? കിട്ടി. കുഞ്ഞിനെ മാത്രല്ല, വാഹനം പുതിയത് വാങ്ങിയിട്ടുണ്ടോ? വാഹനം പുതിയത് വാങ്ങിയതല്ല, പുതിയതിനേക്കാളും ആ വാഹനത്തിന് യശസ് വന്നിട്ടുണ്ട്, സൗന്ദര്യം വന്നിട്ടുണ്ട്. യതീമിനെ സ്വീകരിച്ചു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഒരു വിശേഷണല്ലേ യതീം എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും യതീമിന് ബഹുമാനം ഉണ്ട്. ഒരിക്കലും ഒരു യതീമിനെ തള്ളിക്കളയുന്ന രൂപത്തിൽ അവനോടൊരു കറുത്ത നോട്ടം നോക്കുന്ന ഒരു പെരുമാറ്റം പോലും ഉണ്ടാകാൻ പാടില്ല. യതീമിനെ നമ്മൾ പോറ്റി വളർത്തണം. എന്നിട്ട് അതുകൊണ്ട് സ്വർഗം നേടണം, അതുകൊണ്ട് സമൃദ്ധി നേടണം. ഇഷ്ടം പോലെ സമൃദ്ധി ഉണ്ടാകും. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ആദ്യം വന്ന മഹത്വം നോക്ക് നിങ്ങൾ. ആ കുട്ടിയെ എങ്ങനെ എടുത്ത്, ഭർത്താവ് ഇങ്ങനെ നോക്കിയിട്ടോ, നല്ല സ്വഭാവം നല്ല ലക്ഷണ കുട്ടിയിൽ കാണുന്നതെടുത്തോ, കുട്ടി എങ്ങനെ എടുത്ത് മാറോട് അണച്ചു പിടിക്കുമ്പോഴേക്ക് വലത്തെ ഭാഗത്തുള്ള മുലയിൽ പാല് നിറഞ്ഞു കവിഞ്ഞു. അതുവരെ ആ മുലഭാഗം ചപ്പിക്കിടക്കായിരുന്നു, ഒരു തുള്ളി പാലില്ലായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു കരുതി വെച്ചതാ. വേറൊരാൾ കുടിച്ച മുലയിൽ നിന്ന് കുടിക്കാൻ രണ്ടാം നമ്പറല്ലേ? അത് വലിയ ലോകത്തിന്റെ നേതാവിന് യോജിക്കൂലല്ലോ. ഈ വലത്തെ ഭാഗത്തെ മുലയിൽ നിന്ന് ഒരൊറ്റ പാലും ഇതുവരെ ആരും കുടിച്ചിട്ടില്ല. ചപ്പിക്കിടക്കുന്ന മുലയതാ വികസിച്ചു, അതിൽ പാല് നിറയെ വന്നു. അതിൽ നിന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൊടുക്കുന്നത്. തിരിച്ചിങ്ങോട്ട് ഇടത്തെ ഭാഗത്തേക്ക് കിടത്തിയാലോ തങ്ങൾ മുഖം തിരിച്ചു കളയുന്നു. കാരണം ഞാൻ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ഇടത്തെ ഭാഗത്തെ പാല് കുടിക്കുന്നതിന്റെ ഒരു സഹോദരനുണ്ട്, ലംറത്ത്, ഹലീമ ബീവിന്റെ മോനാണ്. അക്കുട്ടിയുടെ പാല് എനിക്ക് വേണ്ട, എനിക്കല്ല സെപ്പറേറ്റ് തന്ന പാലുണ്ടല്ലോ, അത് മതി. കുട്ടിക്കാലത്ത് തന്നെ വലിയ നീതിശാസ്ത്രം പഠിപ്പിക്കുന്നു. ഹലീമ ബീവിക്ക് നല്ല സ്വസ്ഥതല്ലേ. തങ്ങൾ വരുന്നതിന്റെ മുമ്പ് ആ വീട്ടിൽ ലംറത്ത് എന്ന കുട്ടിനെ കടത്തിയാൽ അത് ചിലപ്പോ ഉറക്കുണ്ടാകൂല, ചിലപ്പം കരച്ചിലായിരിക്കും, ചിലപ്പം കുറുമ്പായിരിക്കും, ചിലപ്പോ കുശുമ്പായിരിക്കും. തങ്ങൾ വന്ന അടുത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കടത്തിയോടെ കുട്ടിന്റെ എല്ലാ സുഖടും മാറി. ആ സമയത്ത് കരയെ, ബുദ്ധിമുട്ടാക്കെ, വിഷമിപ്പിക്കെ, കുറുമ്പ് കാണിക്കെ, കുശുമ്പ് കാണിക്കെ, പാല് കുടിക്കാതിരിക്കുക ഒന്നുമില്ല. എത്ര വലിയ സന്തോഷാ കിട്ടിയത്. ആ സന്തോഷം കൊണ്ടോ പറഞ്ഞാ തീരുന്നത്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ കിട്ടിയത് യതീമിനെ സ്വീകരിച്ചത് കൊണ്ടാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യതീമാണ്, യതീമുകൾക്ക് ഏറെ പരിഗണന നൽകിയതാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയട്ടെ, എവിടുന്നും ഒരു യതീമിനെ കണ്ടാൽ കയ്യൊന്ന് വെച്ച് തലയിലൊന്ന് തടവണം കേട്ടോ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വദഅ യദഹു അലാ റഅസി യതീമിൻ, ഒരു യതീമിന്റെ തലയിൽ ഒരാൾ കൈവച്ചാൽ തറഹുമൻ അലൈഹി, ആ യതീമിനോടുള്ള വാത്സല്യം കൊണ്ട് കാനത്ത് ലഹു ബികുല്ലി ശഅറത്തിൻ തമുറു അലൈഹാ യദഹു ഹസനാ, അവന്റെ കൈ എത്ര രോമത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചോ ആ രോമത്തിന്റെ എണ്ണം കണക്കനുസരിച്ച് അല്ലാഹ് കൂലി കണക്കാക്കി കൊടുക്കുന്നു, നന്മയേറെ കൊടുക്കുന്നു. യതീമിന്റെ തലയിലൊന്ന് കൈവച്ചിട്ട് തലോടൽ പ്രത്യേകം സുന്നത്തുണ്ട്. യതീമായി എന്നുള്ള നിലക്കൊരു ബഹുമാനമാണ്. അതേ, ആ യതീമിനെ പരിപാലിക്കുന്നവർ, സംരക്ഷിക്കുന്നവർ, അവരെ മനസ്ഥിതി ഏറ്റവും നല്ല മനസ്ഥിതിയാണ്. അവരുടെ ഖൽബ് നന്നാക്കാൻ അവർക്ക് പറ്റും, ആവശ്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. യതീമിനെ പോറ്റാണെങ്കിൽ ഏത് മുറാദും ഹാസിലായിക്കിട്ടും, ഏത് മരവിച്ച ഖൽബും നന്നാക്കി എടുക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അടുത്ത് വന്നിട്ട്, നബിയെ ഖൽബിന് വല്ലാത്ത കട്ടി, ഖൽബിന് കസ്വത്ത് വരാൻ പാടില്ല, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖൽബിന് കസ്വത്ത് ഉണ്ടാകാൻ പാടില്ല, കൂടുതൽ ഉറക്കം ഖൽബിനെ മരവിപ്പിക്കും, പാകത്തിനെ ഉറങ്ങാവും. കൂടുതൽ ഉറങ്ങേണ്ടവർ കുട്ടികളാണ്.
കുട്ടികൾ കൂടുതൽ ഉറങ്ങും, ചെറിയ കുട്ടികൾ. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഉറക്കം അങ്ങനെ കുറഞ്ഞു പോകും. ഉറക്ക് ലിമിറ്റ് ചെയ്യണം. കൂടുതൽ ഭക്ഷണം കൽബിനെ മരവിപ്പിക്കും. കൂടുതൽ റാഹത്ത് തന്നെ കിട്ടണം എന്നുള്ള ചിന്ത കൽബിനെ മരവിപ്പിക്കും. കൽബിന് കസ്വത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു വാദും ഒരു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവും ഒരു മുസീബത്തും ഒന്നും കൽബിലേക്ക് അതങ്ങനെ കട്ടി പിടിച്ച് അങ്ങനെ ഉണ്ടാകും. ആര് പറഞ്ഞാലും ശരി, ആര് പറഞ്ഞിട്ടില്ലെങ്കിലും ശരി. പഴയ കാലത്ത് ഉദാഹരണം പറയുമ്പോൾ കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല എന്ന് പറയില്ലേ, ഇതേ രൂപത്തിൽ ആര് പിടിച്ചു കുലിക്കാലും ആ കൽബ് കുലുങ്ങൂല, അതങ്ങനെ നിൽക്കും. അതൊരു മരവിപ്പാണ്. എത്ര ദിക്ർ ചൊല്ലിയാലും ഒരു ആവേശം കിട്ടില്ല, എത്ര ദ്വാരുന്നാലും കൽബിനൊരു മാറ്റം വരില്ല. അത് കട്ടി കൊണ്ടാണ്. അള്ളാഹുവിനെ തൊട്ട് ജനങ്ങളിൽ ഏറ്റവും അകന്നവൻ അൽ ഖൽബുൽ ഖാസി, കടുത്ത മനസ്കതയുള്ളവനാണ്. ഒരു ചെറിയ ഒരു അയവ്, ഒരു ഇഞ്ച് അവന്റെ കൽബിനുണ്ടാവില്ല. മുറുമുറുക്കമായിരിക്കും എല്ലാ രംഗങ്ങളിലും. അള്ളാഹു ഖസ്വത്തുൽ ഖൽബിനെ തൊട്ട് കാക്കുമാറാകട്ടെ. ഖസ്വത്തുൽ ഖൽബുള്ള ഒരാൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖൽബ് മയപ്പെട്ട് കിട്ടണോ? ആവശ്യങ്ങളൊക്കെ സാധിച്ചു കിട്ടണോ? യതീമിന് വലിയ കാരുണ്യം കാണിച്ചോ? നിങ്ങൾ നോക്കി, യതീം ഖാനയിലേക്ക് നേർച്ചയാക്കിയിട്ട് മുറാദ് ഹാസിലാകാത്തവരാരാ? ഇഷ്ടം പോലെ കാണാം. നമ്മൾ മർക്കസിൽ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുമ്പോൾ യതീംഖാനന്റെ അവിടെ നിന്നൊന്നും അൽഫാത്തിഹ അങ്ങനെ കേൾക്കാം. അത് നേർച്ചയാക്കിയിട്ട് ഓരോരുത്തർ ദ്വാരിപ്പിക്കാൻ വരിക. അവർക്കൊന്നും സ്പെഷ്യൽ ഫുഡാണ്. ഏറ്റവും ഹൈ ലെവലിൽ ആ ക്യാമ്പസിൽ കഴിയുന്നവര് യതീമുകളാണ്. യതീമുകളെ പോലെ ആ ക്യാമ്പസിൽ സുഖത്തോടെ കഴിയുന്നവരാരുമില്ല. കാരണം അവർക്ക് മുന്തിയ പരിഗണനയിലേക്ക് ജനങ്ങൾ സ്വീകരിച്ച പരിഗണനയാണ്. നേർച്ചയാക്കിയിട്ടും അതുപോലെ തന്നെ വസ്ത്രം നേർച്ചയാക്കിയിട്ടും ഭക്ഷണം നേർച്ചയാക്കിയിട്ടും കാശ് കൊടുക്കാൻ സംഭാവന നേർച്ചയാക്കിയിട്ടും ഒക്കെ ഇഷ്ടം പോലെ. എപ്പോഴും യതീംഖാനക്ക് പണം ബാക്കിയാന്ന് പറയും ഉസ്താദ്. ബാക്കിയുള്ള സ്ഥാപനങ്ങൾ കൂടി അത്ര ഉണ്ടെങ്കിലും സലാമത്തായിരുന്നു പറയും. അള്ളാഹു തആല വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ആ യതീംഖാന എന്നുള്ള സ്ഥാപനമാണല്ലോ അവിടെ ആദ്യം തുടങ്ങിയത്. നിങ്ങൾ നോക്കി, അതിന്റെ വലിയൊരു ബർക്കത്ത് തന്നെയാണ് ആ സ്ഥാപനങ്ങൾക്ക് മൊത്തം. എന്തേ യതീംഖാന അങ്ങനെ തുടങ്ങാൻ കാരണം? യതീം കുട്ടികൾ പഴയ കാലത്ത് പഠനം വളരെ കുറവായിരുന്നു. 5ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾ അങ്ങനെ നടക്കലാണ്. പക്ഷെ അതിൽ നിന്ന് അവസ്ഥ മാറി അവരെ നല്ല തലങ്ങളിലേക്ക് പഠിപ്പിച്ചുയർത്തി. അവർ യതീമാണ് എന്നുള്ള ഒരു അവസ്ഥ കൂടി അവരുടെ ജീവിതം കണ്ടാൽ തോന്നൂല. ആ രൂപത്തിൽ വിദ്യ നൽകിയിട്ട് അവരെ വളർത്തി. അത് വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ്. ഇർഹമിൽ യതീം, യതീമിന് നീ കാരുണ്യം ചെയ്യണം. കുടുംബക്കാരോടൊക്കെ ഞാൻ പറയട്ടെ, നമ്മളെ കുടുംബത്തിൽ യതീമുകൾ പ്രത്യേകം പരിഗണിക്കണം. നോമ്പ് തുറണ്ടാകുമ്പോൾ യതീമിനെ പ്രത്യേകം വിളിക്കണം. ഒരു പെരുന്നാക്ക് വസ്ത്രം വാങ്ങുമ്പോൾ ആരും പറയണ്ട, ഒരു യതീമുണ്ട് കുടുംബത്തിൽ, അവന് വസ്ത്രം ആരും പറയാതെ വാങ്ങിക്കൊടുക്കണം. ഒരു യതീമിന് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. ചെറിയൊരു കുട്ടിയാണ് യതീം കുട്ടി, ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ചെറിയ ഉരുട്ടുന്ന സൈക്കിളുണ്ട്, ആ കുട്ടിക്ക് മാത്രമല്ല, പെട്ടെന്ന് വാങ്ങിക്കൊടുക്കണം. ആ കുട്ടീന്റെ മനസ്സ് സന്തോഷിപ്പിക്കും. ചെറിയ വാഹനല്ലേ കുട്ടികൾ ഓട്ടുന്ന, കടലാസൊന്നും ആവശ്യമില്ലാത്ത സൈക്കിളില്ലേ, ചെറിയ സൈക്കിള്, അത് വാങ്ങിക്കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് നല്ല സന്തോഷമല്ലേ. ആ കുട്ടികളെ സന്തോഷിപ്പിക്കണം. ഖൽബ് മയമായി കിട്ടും. യതീമിന്റെ തല നീ തടവിക്കോ. നിന്റെ ഭക്ഷണത്തിൽ നിന്ന് യതീമിന് നീ ഭക്ഷിപ്പിച്ചോ. എന്നാൽ അല്ലാഹ് ഖൽബ് നല്ലോണം മയപ്പെടുത്തി തരും. ആവശ്യങ്ങളൊക്കെ മുറാദുകളൊക്കെ നടന്നു കിട്ടും. അതുകൊണ്ട് സഹോദരിമാരെ, കുടുംബത്തിലുള്ള യതീമുകളെ പരിഗണിക്കണം. ഒരു പരാതി അല്ലാഹ് പറഞ്ഞതാണ്, യതീമിനെ നിങ്ങൾ ബഹുമാനിച്ചില്ല, അതുകൊണ്ടാണ് സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് ക്ഷീണം വന്നത്, ദുനിയാവിൽ നിങ്ങൾക്കൊന്നും കിട്ടാതെയായി തോന്നിപ്പോയത്. വലാ തഹാല്ലൂന അലാ തുആമിൽ മിസ്കീൻ. രണ്ടാമത്തെ വിഷയം, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ താല്പര്യം നിങ്ങൾ കാണിച്ചില്ല. നാട്ടിൽ ജീവിതത്തിന് ഗതിയില്ലാതെ പോകുന്ന മിസ്കീന്മാരുണ്ട്. അവരാരും നിങ്ങളോട് വന്നിട്ട് ഞാൻ മിസ്കീനാന്ന് പറയൂല, എന്റെ വീട്ടിൽ ഒന്നുമില്ലാന്ന് പറയൂല, കണ്ടറിഞ്ഞു കൊടുക്കേണ്ടതാ. മിസ്കീന്മാര് പൊതുവെ ഒന്നും ചോദിക്കൂല. ഖുർആൻ അവരെ ലക്ഷണം പറഞ്ഞ അങ്ങനെയല്ല, താരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ്, ഒന്നും ചോദിക്കൂല. പക്ഷെ നമ്മൾ അവരെ വീടിന്റെ ഉള്ളറ അറിയാണെങ്കിൽ 10 മണിക്ക് വെച്ച കഞ്ഞിയിൽ നിന്ന് 10 മണിക്ക് അതിന്റെ വെള്ളം മൂറ്റി കുടിച്ച് ഉച്ചക്ക് അതിന്റെ വറ്റെടുത്ത് അതിലേക്ക് എന്തെങ്കിലും ഒരു ചമ്മന്തി മാത്രം കൂട്ടി ഉണക്കൽ മീന് ഒരു കഷ്ണം മാത്രം ഓരോരുത്തർക്കും കൊടുത്ത് കൂട്ടിക്കഴിയുന്ന വളരെ പാവപ്പെട്ട മനുഷ്യന്മാര് നാട്ടിലുണ്ട്.
നമ്മൾ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ പരിഗണിക്കണം, അവരെ ശ്രദ്ധിക്കണം. അവർ ഈ സമൂഹത്തിലെ സമുന്നത വിഭാഗമാണ്. അവര് വന്നിട്ട് ഇങ്ങനെ എൻ്റെ വീട്ടിൽ എന്ന് പറയില്ല, അതിനെപ്പറ്റി അവർ അൽഹംദുലില്ലാ എന്ന് പറയും. ഈ വെള്ളെങ്കിലും കുടിക്കാനുണ്ടായല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കഴിയുന്ന എണ്ണപ്പെട്ട ആളുകൾ ഓരോ നാട്ടിലുണ്ടാകും. പക്ഷെ അവര് വന്നിട്ട് ദുർഗതി പറയൂല. അവർക്ക് കടമുണ്ട്, അവർക്ക് വിഷമങ്ങളുണ്ട്, ആരോടും പറയൂല. കിട്ടുന്ന 10 രൂപയും 20 രൂപയും 200 രൂപയും അങ്ങനെ അടിക്കടിക്കാക്കി വെച്ച് മീനൊക്കെ അവരെ വീട്ടിൽ വാങ്ങുന്നത് 10 ദിവസത്തിൽ ഒരു ദിവസമായിരിക്കും. നമ്മൾ 1.5 ആടം ഒരു ദിവസം മീനും ഒരു ദിവസം ഇറച്ചിയും വാങ്ങുമ്പോ ആ മിസ്കീന്മാരെ വീട്ടിൽ 10 ദിവസത്തിൽ ഒരിക്കലാ മീൻ വാങ്ങുന്നത്. ഇറച്ചി വാങ്ങുന്നതോ 2 ആഴ്ചയിൽ ഒരിക്കൽ. ഇങ്ങനെ കഴിയുന്ന പാവപ്പെട്ട ആളുകളെ വീട്ടിലേക്ക് ഇറച്ചി വാങ്ങുമ്പോൾ ഒരു പൊതി നമ്മളും വാങ്ങിക്കൊടുക്കുക, മീന് വാങ്ങുമ്പോൾ ഒരു 100 രൂപന്റെ മീന് നമ്മളും വാങ്ങിക്കൊടുക്കുക. ഇതവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിഗണനയാണ്. എന്തെങ്കിലുമൊക്കെ സംഭാവന കൊടുക്കാറുണ്ടെങ്കിൽ നാട്ടിലെ മിസ്കിന്മാരെ, കുടുംബത്തിലെ മിസ്കിന്മാരെ മുന്തിച്ച് പരിഗണിക്കുക. പുറത്തു കൊടുക്കുന്നതിനേക്കാളും വലിയ ഉത്തമം അതാണ്. പുറത്തേക്ക് ധാരാളം ആൾക്കാർ കൊടുക്കാനുണ്ടാവും. കുടുംബത്തിലെ മിസ്കിന്മാരെ കുടുംബല്ലേ പരിഗണിക്കേണ്ടത്. കുടുംബത്തിലെ പാവപ്പെട്ട ഒരു വിധവയായ പെണ്ണുണ്ട്, അല്ലെങ്കിൽ ഒരു ഗതിയുമില്ലാതെ ലോകത്തിൽ തളർന്നു കിടക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. മിസ്കിന്മാരെ പരിഗണിക്കും, ഭക്ഷണം കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കും. വലാ തഹാല്ലൂന, നിങ്ങൾ പ്രേരിതരാകുന്നില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞത്. മിസ്കീന്മാർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കൂല എന്നല്ല, ഭക്ഷണം കൊടുക്കാൻ ഒരു പ്രേരണ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറുപിശുക്കന്മാരാണ് എന്നാണ്. ഒരു വിഭാഗം ആളുകൾ എങ്ങനെ അറുപിശുക്കന്മാർ, എങ്ങനെ അറുപിശുക്കന്മാരാകുക? ഭക്ഷണം കൊടുക്കാനൊക്കെ സഹോദരിമാരെ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം ഭക്ഷണം കൊടുക്കണം. ഇവിടെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കല്ലേ? മദ്രസയിൽ ഉസ്താദുമാർക്ക് അല്ലേ ഒരു നേരം മാത്രം? പുറത്തുള്ള 4 ആൾ വന്ന് നിൽക്കണം എന്നർത്ഥം. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഭക്ഷണം. അപ്പൊ ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ ഒരുപാട് വർഷമായി മുത്താലിമീങ്ങളും ഞാനും കഴിയുന്നത്. ആ നാട്ടുകാർക്ക് അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. വിവിധ നാടുകളിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സഹായിച്ചവരുണ്ട്, അവർക്ക് അല്ലാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. നിങ്ങൾ നോക്ക്, ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കൂല എന്ന് അല്ലാഹു തആല പറഞ്ഞത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയാം. നമ്മളെ കമ്മിറ്റിക്കാര് പോയിട്ട് ഒരു വീട്ടുകാരനോട് പറഞ്ഞു, നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം, ഒരു ദിവസത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കണം. ആർക്ക്? നമ്മളെ പള്ളിയിലും മദ്രസയിലൊക്കെ നിൽക്കുന്ന ഒരു ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദിന് അയാൾ ഫുള്ളായിട്ടോട് നിൽക്കും. ഒരു 3 നേരത്തെ ഒരു ഭക്ഷണം, രാവിലെ ചായയും കടിയും അസറിന്റെ ചായയും കടിയും വേണ്ട, അതേ പീടികയിൽ ഏൽപ്പിക്കാം, ബാക്കിയുള്ള നിങ്ങൾ കൊടുക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു, ചെറിയ 1-2 വിഷമങ്ങളുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കഴിയൂല. വിഷമൊന്നുമില്ല, കാരണം അവരും ഭക്ഷണം കഴിക്കല്ലേ, അവർ കാറ്റടിക്കലൊന്നുമല്ലല്ലോ, അവർ ഭക്ഷണം കഴിക്കലുണ്ട്. പിന്നെ ഇത് ഏറ്റെടുത്താൽ പിന്നെ എപ്പോഴും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യം നല്ലത് എന്തെങ്കിലുമൊക്കെ തടസ്സം കഴിഞ്ഞ് ഒഴിവാകലാണ്. അതാണ് അല്ലാഹു ഈ പറഞ്ഞു, വലാ തഹാല്ലൂന അലാ തഅമിൽ മിസ്കീൻ. എന്നിട്ട് ഓൻ കൊടുത്തില്ല. അപ്പൊ ആ കമ്മിറ്റിക്കാർ നേരെ അപ്പുറത്തുണ്ട് ഒരു പുരക്കാരൻ, അയാളോട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം ഭക്ഷണം തരും? ഓ, ഒരു ദിവസത്തിന്റെ പ്രശ്നമല്ലേ, ഞാൻ തരാം. അയാൾ അടുത്ത ഭാര്യയോട് പോയിട്ട് പറഞ്ഞു, ഒരു ദിവസത്തെ ഭക്ഷണം ഉസ്താദന്മാർക്ക് നമ്മൾ കൊടുക്കാവും, 4-5 ഉസ്താദന്മാരല്ലേ, അല്ലെങ്കിൽ 10 ഉസ്താദന്മാർക്ക് കുഴപ്പമൊന്നും, നേരത്തെ ഭക്ഷണമല്ലേ, മാസത്തിൽ ഒരു ദിവസം നോക്കിയാൽ പോരല്ലേ, കൊടുക്കാം. ആയിക്കോട്ടെ. അവരേറ്റപ്പോ മറ്റേ പുരക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇവരൊക്കെ പോയപ്പോ, നീ എന്തേ പറഞ്ഞു? ഞാനൊരു ദിവസം കൊടുക്കാന്ന് പറഞ്ഞു. പതുക്കെ നീ അത് പിൻവലിക്കണം, കാരണം നീ എങ്ങാനും ഇവിടെ ഇല്ലാണ്ടായി പോയാൽ ഞാൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നീ ഇല്ലാതായി പോയ അവരെന്നെ ഏൽപ്പിക്കൂ, ഞാനല്ല അയൽക്കാരൻ, അതുകൊണ്ട് താൽക്കാലം നീ അത് ഏൽക്കാൻ പാടില്ല, വേഗം ഒഴിവാകണം എന്ന് ആ മനുഷ്യനും കൂടി പറഞ്ഞിട്ട് ഇയാൾ ബഹലത്തരം കാണിക്കില്ലേ? അതാണ് അല്ലാഹു പറഞ്ഞു, വലാ തഹാല്ലൂന അലാ തആമിൽ മിസ്കീൻ. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു താല്പര്യം പോലും നിങ്ങൾ കാണിക്കൂല. ഭക്ഷണം കൊടുക്കൂല എന്നാണെങ്കിൽ വലാ തുത്ഈമൂനൽ മിസ്കീൻ എന്നാ പോരെ? അങ്ങനല്ലല്ലോ ശരി. വലാ തഹാല്ലൂന അലാ തആമിൽ മിസ്കീൻ. റാസി മാമതങ്ങൾ പറഞ്ഞു, അറുപിശുക്കിന്റെ അടയാളമാണ് അല്ലാഹു പറഞ്ഞത്, ചെറിയ പിശുക്കൊന്നല്ല. അല്ലാഹു അങ്ങനത്തെ പിശുക്കും തരാതെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കിട്ടലാണ്. അതിന് മിസ്കിന്മാരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാകും. എന്നിട്ട് 3ാമത്തെ കാരണം പറഞ്ഞു, ശരിക്കും ശ്രദ്ധിക്കണേ, അനന്തര സ്വത്ത് നിങ്ങൾ ഭക്ഷിക്കുന്നു. അഖിലല്ലമ്മ, അവിഹിതമായ രൂപത്തിൽ ഭക്ഷിക്കുന്നു. എങ്ങനെ അനന്തര സ്വത്ത് അവിഹിതമായ രൂപത്തിൽ ഭക്ഷിക്കുക?
അവനുള്ളതും അതേ മറ്റുള്ളവർക്കും കൂടിയിട്ടുള്ളത് മൊത്തം ഭക്ഷിക്കുന്നു. ഹറാമ് ഹലാല് നോക്കുന്നില്ല. എന്താ ഹലാല് ഹറാമ് നോക്കാത്തത്? അതെ, ബാപ്പ നേരത്തെ ജീവിതകാലത്ത് മക്കളൊക്കെ വിളിച്ചു. ബാപ്പാക്ക് 10 മക്കളുണ്ടായിരുന്നു. 10 മക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ 8ാമത്തെ കുട്ടിയില്ലേ, ഒരു ആൺകുട്ടിയുണ്ട്, അവന് വലിയൊരു ആഫിയത്തൊന്നുമില്ല, ഒരു ചെറിയ മൂല്യരാണ്, വലിയ ജോലി എടുത്തിട്ട് വലിയ ശമ്പളം നേടാൻ കഴിയൂല, ഗൾഫിലേക്ക് അങ്ങനെ പോകാൻ ശാരീരികമായിട്ട് ആഫിയത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ തോട്ടം ഉണ്ടല്ലോ, അടക്കാത്തോട്ടം അല്ലെങ്കിൽ വേറെന്തോ തോട്ടം, അതിൽ നിന്ന് ഒരു 1/2 ഏക്കർ ഇവനും മക്കൾക്കും ജീവിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കാം. അവരോടൊക്കെ സംതൃപ്തിപ്പിക്കേണ്ടി വാപ്പ ചോദിച്ചു, നമുക്ക് സമ്മതല്ലേ? ഓ സമ്മതാണ്. അപ്പൊ വാപ്പ താളന്ന് തിട്ടപ്പെടുത്തി കൊടുത്തു. പക്ഷേ ബാക്കിയുള്ളവരും കൂടി വിശ്വസിച്ചിട്ട് ഇയാൾ രജിസ്റ്ററൊന്നും ആക്കിയില്ല. അങ്ങനെ വാപ്പ മരിച്ചപ്പോ ബാക്കിയുള്ള എല്ലാ മക്കളും കൂടിയിട്ട് അതും കൂടി അളന്നു. അത് കൂട്ടി അളക്കാൻ പറ്റുമോ? അക്കൊടുത്ത 1/2 ഏക്കർ കൂട്ടി അളക്കാൻ പറ്റുമോ? പറ്റില്ല. അത് കൂട്ടി അളന്നു. കൂട്ടി അളന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്വത്ത് കൂടി കുറച്ചുകൂടി കുറച്ച്. കാരണം എല്ലാവർക്കും വിഹിതം വെച്ചു കൊടുക്കുമ്പോ അത്ര ഇല്ല, കിട്ടാനില്ല. ഇത് വാപ്പ നേരത്തെ ഒരു 1/2 ഏക്കർ ഇങ്ങനെ കൊടുത്തത് പാവപ്പെട്ട ആളായ ഒരു കുട്ടിയായി മറ്റുള്ളവർക്കൊക്കെ അത്യാവശ്യം ജീവിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷെ അലച്ചമാറണ്ടേ, സമ്പത്ത് ഓഹരി വെക്കുമ്പോ രജിസ്ട്രേഷൻ ചെയ്യാത്തത് കൊണ്ട് അവർ ഇതും കൂട്ടി അളന്നിട്ട് പറഞ്ഞു ഇത്ര ഉണ്ടാവുള്ളൂ. കുറെ കാലങ്ങൾ സ്വന്തം ഇന്ന് ഉപയോഗിച്ചില്ലേ, ഇനി ഇത്ര ഉപയോഗിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അതുകൊണ്ടാണ് അക്ലുല്ലം വിശദീകരിച്ചപ്പോ മഹാന്മാര് പറഞ്ഞത്, അൽ അക്ലുല്ലി യലുമ്മു കുല്ല ശൈഇൻ യജിദുഹു, കിട്ടുന്നത് മുഴുവൻ തിന്നും. അത് പറ്റുന്നതാണോ പറ്റാത്തതാണോ എന്ന് നോക്കൂല, ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കൂല. സമ്പത്ത് വിഹിതം വെക്കാൻ എന്തെങ്കിലൊക്കെ വിഷമങ്ങൾ പറഞ്ഞ് മാറി നിൽക്കരുത്. അങ്ങനെ മാറി നിൽക്കുമ്പോ പറ്റുന്നതും പറ്റാത്തതൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നത് വലിയ പ്രശ്നമാണ്. അനന്തര സ്വത്തിനോട് പൊതുവെ സ്വന്തം സ്വത്തിനേക്കാളും താല്പര്യം കൂടുതലായി വരും. കാരണം എന്താ? അധ്വാനല്ലാതെ കിട്ടുന്നതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, പറഞ്ഞല്ലോ, മാമിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും ഇല്ല ഇല്ലാ വമാലു വാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി, ബാപ്പാന്റെ ഉമ്മാന്റെ അനന്തര സ്വത്ത്, ഭാര്യന്റെ ഭർത്താവിന്റെ അനന്തര സ്വത്ത്, സ്വന്തം സ്വത്തിനേക്കാൾ പ്രിയങ്കരമായ ആരും ഇല്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാന്റെ സ്വത്താണ്? അനന്തര സ്വത്താണ്. നബിതങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ഞങ്ങളിൽ ഓരോരുത്തർക്കും അനന്തര സ്വത്തിനേക്കാളും സ്വന്തം സ്വത്താണ് ഇഷ്ടം. തങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല. കാരണം ലൈസലക മിൻ മാലിക, നിങ്ങളെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്കായി കിട്ടുന്നില്ല. ഇല്ലാ മാക്കൽത, നിങ്ങൾ ഭക്ഷിക്കുന്നതല്ലേ നിങ്ങളെ സമ്പത്ത് തീർന്നു പോകുന്നുണ്ട്. നിങ്ങൾ ധരിക്കുന്നതല്ലേ നിങ്ങളെ സമ്പത്ത് അത് ജീർണിച്ചു പോകുന്നുണ്ട്. നിങ്ങൾ കൊടുത്തതല്ലേ നിങ്ങളെ സമ്പത്ത് അത് കഴിഞ്ഞു പോകുന്നുണ്ട്. അതേ സമയത്ത് അനന്തര സ്വത്തോ നിങ്ങളത് കാത്തു കഴിയുകയാണ്. അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകാനും നിങ്ങൾ തയ്യാറാണ്. സഹോദരന്മാരെ, അവിഹിതമായ സമ്പത്ത് ഭക്ഷിക്കാൻ പാടില്ല. സ്വന്തം വിഹിതവും മറ്റുള്ള വിഹിതവും കൂട്ടി ഭക്ഷിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ നോക്ക്, അഥവാ ഒരു മകൻ, ആ മകനെ നിയന്ത്രിക്കാൻ വേണ്ടി ബാപ്പ നേരത്തെ കാര്യബോധമുള്ള മകനായതുകൊണ്ട് ഏൽപ്പിച്ചു. ഒരു മകൻ ബാപ്പ മരിക്കുന്ന സമയത്ത്, മരിക്കുന്നതിന് മുമ്പ് ലോകത്തിൽ കിടക്കുമ്പോ ആ മകന് മാത്രം 25 വയസ്സായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ചെറിയ പ്രായക്കാരാണ്, ചെറിയ പ്രായക്കാരാണ്. 25 വയസ്സുള്ള ഈ മോനോട് പറഞ്ഞു, മോനെ, സമ്പത്തൊക്കെ നീ നോക്കി നടക്കണം എന്ന് പറഞ്ഞു. മറ്റുള്ളവരൊക്കെ ചെറിയ ആൾക്കാരല്ലേ, സമ്പത്തൊക്കെ നോക്കി നടത്തണം എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമായി പോയി. എന്താ? മറ്റു മക്കളൊക്കെ വലുതാകുന്നതിന്റെ മുമ്പ് സമ്പത്ത് മുഴുവനും അയാൾ രജിസ്റ്റർ ചെയ്തു. പാപ്പാന്റെ സ്വത്ത് മുഴുവൻ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഒപ്പിടിച്ചിട്ട് മുഴുവനും രജിസ്ട്രേഷൻ നടത്തി. അങ്ങനെ മക്കളൊക്കെ വലുതായി നോക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം കല്യാണം കഴിച്ച് അവരിങ്ങനെ ഇതിനെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ അവർക്കൊന്നും സമ്പത്തില്ല. അപ്പൊ ഇയാളോട് വന്ന് മൂത്ത കാരണോട് വന്ന് ചോദിച്ചല്ല, ബാപ്പാന്റെ സ്വത്ത് ഞങ്ങൾക്കൊക്കെ, നിങ്ങൾക്കുള്ള സ്വത്തൊക്കെ എന്നോട് നോക്കാൻ വേണ്ടി ബാപ്പ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാണ്. ഇനി നിങ്ങളൊക്കെ ജോലി ചെയ്തിട്ട് സമ്പാദിച്ച് സ്വത്ത് ഉണ്ടാക്കുക, വേറെ മാർഗമൊന്നുമില്ല. ഇപ്പൊ ആ മുഴുവനും ഭക്ഷിക്കുന്നതിൽ അവിഹിതമായ വിഹിതങ്ങൾ എത്ര ഉണ്ട്? നമ്മളിങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ ഒരുപാടുണ്ട്, 1-2 അല്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ആ വിഷയം. ആരാന്റെ വിഹിതത്തിലുള്ള ഒരു സമ്പത്ത് പോലും നമ്മളെ കയ്യിൽ വരരുത്.